ഒരു വാക്ക് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, നന്ദിയോടെ സ്തോത്രം. നിന്റെ തിരുവചനവുമായി കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരികയാണ്. നിന്റെ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. കർത്താവെ, നിന്റെ സ്നേഹം ഞങ്ങളിൽ പകരണമേ. നിന്റെ വചനം മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള കൃപയെ ഞങ്ങൾക്ക് നൽകി തന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏത് വചനമാണ് ഞങ്ങളോട് ഇന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ എന്റെ കർത്താവെ, നീ അവിടുന്ന് സകലതും അറിയുന്നല്ലോ. അതിനായി നന്ദിയോടെ സ്തോത്രം. തിരുക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും പൊതിയണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നമ്മളെ ഇത്രയും പരിപാലിച്ചു, വഴി നടത്തി, ഒരു ആയുസ് കൂടി നമുക്ക് നൽകി തന്നു. ഒരു പ്രാവശ്യം കൂടി നമുക്ക് സിയോൺ പ്രയർ ഫെലോഷിപ്പിന്റെ കൂട്ടായ്മയായിട്ട് കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അതിനെ ഓർത്ത് നന്ദിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട റെയ് ചേട്ടൻ, അതുപോലെ ജോയ് ചേട്ടൻ, പ്രിയ ദൈവമക്കളെ എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ശരിക്കും ഇത്ര നാളൊക്കെ ഈ കൂട്ടായ്മ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി നടക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ. ഇങ്ങനെ ആ സമയത്ത് തുടങ്ങി, പക്ഷേ ഇത്രയും നാളായിട്ട് ദൈവം ഇന്നും ഇതിനെ നിലനിർത്തുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അതിന് വചനങ്ങളെല്ലാം പഠിക്കുവാനും എല്ലാം നമ്മളെ പല രീതിയിൽ ദൈവം ഇടയാക്കുന്നല്ലോ. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന വചനങ്ങൾ അത് ഹൃദയത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നിറച്ചുകൊണ്ട് ആ വചനം അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണമുള്ള കൃപയെ കർത്താവ് എപ്പോഴും നമുക്ക് നൽകി തരട്ടെ. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് അത് ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായ അനേക വാർത്തകളുണ്ട്. ഇന്ന് റെയ് ചേട്ടൻ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന വാർത്തകളാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടത്. 4 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികള് ഒരു വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് ദാരുണമായി അവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇന്ന് അവരുടെ ആ ശവാടക്ക് ശുശ്രൂഷയെ കുറിച്ചെല്ലാം ടിവിയിലൂടെ ഇങ്ങനെ കാണുവാനായിട്ടിടയായി. എത്രയോ ദാരുണമായി അവരെ കളിച്ച് ചിരിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് റോഡരികിലൂടെ നടന്നു പോയവര്. അതുപോലെ തന്നെ ആയിരുന്നല്ലോ 6 മെഡിസിന് പഠിക്കുന്ന വിദ്യാർത്ഥികള് ഈ ലോകത്ത് നിന്ന് നിമിഷ നേരം കൊണ്ട് മാറ്റപ്പെട്ടത്. എത്രയോ അപകടങ്ങള് കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഞാനിത് പറഞ്ഞതിന്റെ കാരണം ഇന്നും നാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വലിയ കൃപ. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും സമയം നമ്മെ കാത്തിരിക്കത്തില്ല. ഞാൻ റെയ് ചേട്ടനെ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ, വേറെ ആരെയും കാണുന്നില്ല. ഞാൻ റെയ് ചേട്ടന്റെ മുഖത്തേക്ക് നോക്കി മാത്രം പ്രസംഗിക്കുന്നേ. നന്ദിയോടെ താങ്ക് യു നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ സമയം എന്നുള്ളത് അത് പലപ്പോഴും ഞാനും ഞാൻ ഇന്നലെ ഞാനൊരു കൗൺസിലിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. അപ്പൊ അറ്റൻഡ് ചെയ്തപ്പോൾ അവര് സമയത്തെ കുറിച്ചാണ്, ടൈം മാനേജ്മെന്റിനെ കുറിച്ചായിരുന്നു ആ ക്ലാസ്. അത് ഇന്നും ഉണ്ട്, ഇന്നും 9:30 ആ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അപ്പോ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു തന്നിരുന്ന സമയത്ത് പറയുക, നമുക്കറിയാം സമയം ഒരിക്കലും തിരിച്ചു വരത്തില്ല. ഈ സമയം എന്നുള്ളത് അത് മരിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ സമയം. കാരണം ഓരോ നിമിഷവും സമയം മരിക്കുന്നു, പുതിയ സമയം ജനിക്കുന്നു. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു എൻഡ് അത് എന്നായി തീരുമെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ എപ്പോഴാണ് ഈ ഒരു എൻഡ് ആയിത്തീരുന്നത്? പക്ഷേ സമയം തക്കത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് അദ്ദേഹം ഇന്നലെ ഓർപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ നാം ലജ്ജിച്ചു പോകും, അല്ലെങ്കിൽ നാം നിരാശരായിത്തീരും എന്നുള്ളതെല്ലാം പറയുകയായിരുന്നു. ഒരു ദിവസം നാം ചിന്തിച്ചിട്ട്, അയ്യോ എനിക്ക് എന്റെ സമയത്തെ ഉപയോഗിക്കുവാൻ സാധിച്ചില്ലല്ലോ. സമയം എല്ലാവർക്കും ഒരുപോലെയാണ്, ആർക്കും ഒട്ടും കുറവില്ല, ഒട്ടും കൂടുതലില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പലരും നിരാശപ്പെടുന്നതും വിഷമിക്കുന്നതുമായ ഒരു കാര്യം ഇതായിരിക്കും. അദ്ദേഹം പറയുകയായിരുന്നു, എനിക്ക് ഭൂമിയിൽ ലഭിച്ച സമയം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, ഞാൻ അത് വിനിയോഗിക്കുവാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. പക്ഷേ
ഈ സമയം എന്ന് തീരും നമുക്കറിയത്തില്ല. അത് നമ്മുടെ ഈ ജീവിതം ഇവിടെ തീരുമ്പോൾ അത് ഈ ഭൂമിയിലുള്ള ആ സമയം നമ്മളിൽ നിന്ന് തീരുകയാണ്, മറ്റൊരു സമയം നമ്മളിൽ തുടങ്ങുകയാണ്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിനായി വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളില് ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഡിസംബറിലൂടെ നാം കടന്നു വരുന്നത്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ദൈവമക്കളുമായിട്ട് അല്പസമയം, നമ്മുടെ മുന്നിൽ ഒത്തിരി സമയമില്ല, അരമണിക്കൂർ മാത്രമേ ഉള്ളൂ, നമ്മളെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനിന്ന് ചിന്തിക്കുന്ന വിഷയം അത് മുഴുവൻ ഇന്ന് തീർക്കുവാൻ സാധിക്കുമോ എന്ന് അറിയത്തില്ല. പക്ഷെ സമയം തീരുമ്പോൾ തന്നെ അവിടെ വെച്ച് തീർത്തിട്ട് ബാക്കി പിന്നീട് ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഏത് മനുഷ്യനും ഏറ്റവും ആവശ്യമായിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഒരു അക്സെപ്റ്റൻസ് ആണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അംഗീകരിക്കുക, കൈക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഏറ്റവും വലുതാണ്. 3 കാര്യങ്ങളാണ്. 1, ദൈവത്തെ കൈക്കൊള്ളുക. 2, ദൈവവചനത്തെ കൈക്കൊള്ളുക. 3, ദൈവ മക്കളെ കൈക്കൊള്ളുക. ദൈവത്തെ കൈക്കൊള്ളുക, ദൈവവചനത്തെ കൈക്കൊള്ളുക, ദൈവ മക്കളെ കൈക്കൊള്ളുക. ഒരു വചനം വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങള് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങള് പ്രകാരമാണ്: അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതിന്റെ പശ്ചാത്തലം ഞാൻ അല്പമായിട്ടൊന്ന് പറയാം. എന്നാൽ അതിനു മുൻപേ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും, ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒന്നാണ് അക്സെപ്റ്റൻസ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കുക, നാം ആയിരിക്കുന്ന രീതിയിൽ നമ്മെ അംഗീകരിക്കുക. ഒരു വ്യക്തി അംഗീകരിച്ചെങ്കിൽ മാത്രമേ, കൈക്കൊണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തില് അവന് മുന്നോട്ട് ഒരു ജീവിതം ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നിരാശയിൽ അത് അവസാനിച്ചു പോകും. ഇന്ന് അനേകർ ആത്മഹത്യയുടെ വക്കിലേക്ക് തിരിയുന്നതിന്റെ ഒരു കാരണം തന്നെ ആരും എന്നെ കൈക്കൊള്ളുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ അംഗീകരിക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട. ഞാൻ ഈ ദിവസങ്ങളില് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഡി അഡിക്ഷൻ സെന്ററിൽ ഞാൻ പഠിപ്പിക്കാനായിട്ട് കടന്നു പോകുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടത് 2 സംഭവങ്ങൾ പറയാം. അവിടേക്ക് കടന്നു വന്ന ഒരച്ഛൻ, നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരെയൊന്നുമല്ല, നമ്മുടെ ദേശത്ത് നിന്ന് കൂടുതൽ ദൂരെയൊന്നുമല്ല. ഞാൻ അതാരാണെന്നോ ഏത് സഭയിൽപ്പെട്ടതാണെന്നോ ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ അദ്ദേഹം കടന്നു വന്നത് അവിടെ എനിക്ക് തോന്നുന്നു 1 മാസത്തിൽ കൂടുതൽ അവിടെ കടന്നു വന്ന് ഈ ഡി അഡിക്ഷൻ സെന്ററില് ഇരുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല, സ്വന്തം മദ്യപാനത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഒരച്ഛൻ അവിടേക്ക് കടന്നു വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നുപോയി. എന്നാൽ ഇന്ന് അദ്ദേഹം അതിൽ നിന്നൊരു വിടുതൽ കിട്ടി. അദ്ദേഹത്തിന്റെ കുപ്പായമൊക്കെ ഇട്ട് ഒരു ശുശ്രൂഷയിലാണ്. അത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ദിവസം തന്നെ, കഴിഞ്ഞ മാസം തന്നെ ഞാൻ കണ്ട മറ്റൊരു സംഭവം, എനിക്ക് വളരെ പരിചിതമായിരുന്ന ഒരു പാസ്റ്റർ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. ഞാൻ ഒരു ദിവസം അവിടെ ക്ലാസ് എടുക്കുവാനായിട്ട് കടന്നു ചെന്ന സമയത്ത് ഞാൻ പുതിയതായിട്ട് വരുന്നവരെ പരിചയപ്പെടാറുണ്ട്. ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ക്ലാസിന്റെ ഏറ്റവും മൂലയിൽ, അന്ന് എനിക്ക് തോന്നുന്ന ഒരു 22-23 സ്റ്റുഡൻസ് അവരുണ്ടായിരുന്നു. മദ്യപാനികളായിട്ടുള്ളവര്, മറ്റ് ഡ്രഗ്സും മറ്റ് പലതും ഉപയോഗിക്കുന്നവര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനു വേണ്ടി മാറുവാൻ. അപ്പൊ ഞാൻ അങ്ങേ മൂലയ്ക്ക് ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കുന്നു, പരിചയപ്പെട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, എന്നെ പാസ്റ്ററെ എന്നാ വിളിക്കുന്നത്, പാസ്റ്ററെ എന്നെ അറിയത്തില്ലേ?
അപ്പൊ ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ആരെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. കാരണം നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ഓർത്തെ ആരെയെങ്കിലും ഡി അഡിക്ഷൻ ക്യാമ്പിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നതാണെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ അത് ചോദിച്ചപ്പോൾ അദ്ദേഹം തലകുനിച്ച് അവിടെ ഇരിക്കുവാനായിട്ടിടയായി. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്നോട് വന്ന് പറഞ്ഞു, എന്റെ ജീവിതം ഒരു പരാജയമായി പോയി. ദൈവം വീണ്ടും എന്നെ രക്ഷിക്കുമോ, എന്നെ വീണ്ടെടുക്കുമോ എന്ന് ചിന്തിച്ച് ഞാൻ ഇവിടേക്ക് കടന്നു വന്നു. ഞാൻ ബാക്ക്സ്ലൈഡ് ആയിപ്പോ, തെറ്റിപ്പോയി എന്ന് അദ്ദേഹം സമ്മതിക്കാനായിട്ടിടയായി. ഞാനത് പറഞ്ഞതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാല്, ഇവരെ ഒന്നും ആ സ്ഥാപനത്തില് ഇവരൊക്കെ ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നവരല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവരെ ഒന്നും അംഗീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, കൈക്കൊണ്ടില്ലായിരുന്നുവെങ്കിൽ, ഞാൻ ഓർക്കുകയാണ് ഇവരൊക്കെ ചിലപ്പോൾ ഒരു നാശത്തിന്റെ വഴിയിലൂടെ പോയി. നമ്മളൊരു കാര്യം ജീവിതത്തിൽ ഓർക്കേണ്ടത് എപ്പോഴും ഉണ്ട്. നാം എങ്ങനെയാണ് മറ്റുള്ളവരെ കൈക്കൊള്ളുവാനായിട്ട് ഇടയാകുന്നത്? നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിന്തയെ മുന്നോട്ട് കൊണ്ടുപോകുവാം. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. നമുക്കറിയാം കർത്താവ് ഒരു യഹൂദനല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കർത്താവ് ഒരു യഹൂദനല്ലായിരുന്നു. പക്ഷേ യഹൂദ പശ്ചാത്തലത്തിലേക്കാണ് കർത്താവ് കടന്നു വന്നത്. ഒരു പുരുഷനിലൂടെയല്ല കർത്താവ് ജനിച്ചത്. അതുകൊണ്ട് അവൻ യഥാർത്ഥമായി ഒരു യഹൂദ പാരമ്പര്യത്തിൽ വരുന്നതല്ല. പക്ഷേ യഹൂദ പശ്ചാത്തലത്തിലാണ്, ആ ഒരു രീതിയിലാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നത്. അതുകൊണ്ട് പറയുകയാണ്, ആ സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല, സ്വന്തമായവർ തള്ളിക്കളഞ്ഞു. എന്നെ കൈക്കൊള്ളും എന്ന് ചിന്തിച്ചവർ പലരും കൈക്കൊണ്ടില്ല. പക്ഷേ ആരൊക്കെ അവനെ കൈക്കൊണ്ടോ അവർക്ക് ദൈവമക്കളായി തീരുവാനുള്ള ഒരു വലിയ ഭാഗ്യത്തെ കൊടുത്തു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഒരു ഭാഗ്യമാണ് പ്രിയ ദൈവമക്കളെ ഇന്ന് നമ്മ ഓരോരുത്തരും ഈ മീറ്റിങ്ങിലൂടെ, ഓൺലൈൻ മീറ്റിങ്ങിലൂടെ ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം, ദൈവത്തെ ആരാധിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. നാം അവന്റെ മക്കളായി തീർന്നു എന്ന ഒരു പദവിയാണ്. ഈ ക്രിസ്തുമസിന്റെ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത്, ലോകം ചിലപ്പോൾ തള്ളിക്കളഞ്ഞു, പക്ഷേ അവനെ കൈക്കൊണ്ടവർക്ക് ദൈവമക്കളായി തീരുവാൻ അവനൊരു അവകാശം കൊടുത്തു. ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങള് ഈ സെർമൺ പ്രാക്ടീസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എപ്പോൾ പ്രസംഗിച്ചാലും ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഇത് നിന്റെ ലാസ്റ്റ് മെസ്സേജ് ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സുവിശേഷം പറഞ്ഞുകൊള്ളണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാരണം വചനം പറയുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടത്, ഇനി നാളെ എനിക്ക് അവസരമുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ പ്രിയ ദൈവമക്കളെ, ദൈവമക്കളായി തീരുവാനുള്ള ഒരു വലിയ ഭാഗ്യമാണ് ക്രിസ്തുമസിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അബ്രഹാമിന് ഒരു വലിയ ദർശനമുണ്ടായിരുന്നു, വെളിപ്പാടുണ്ടായിരുന്നു. അബ്രഹാമിന് ലഭിച്ച വെളിപ്പാട് ഇതായിരുന്നു, നിന്റെ സന്തതിയാൽ സകല ജനതകളും, ലോകം മുഴുവൻ എന്തായിത്തീരും, അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിരുന്നു. പക്ഷേ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ഒന്നും ആ വെളിപ്പാട് യഥാർത്ഥമായി മനസ്സിലാക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല. അവരൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും, ലോകം മുഴുവൻ സകല ജാതികളും എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? പക്ഷെ അത് ക്രിസ്തുവിലൂടെയാണ് സാധ്യമായത് എന്ന് ഇന്ന് ഈ കാലഘട്ടത്തില് പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ജീവിതത്തില് ചില വ്യക്തികളെ എങ്ങനെയാണ് ദൈവവചനത്തെയും ദൈവത്തെയും ദൈവമക്കളെയും കൈക്കൊള്ളേണ്ടത് എന്ന് ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തില് നമുക്ക് ഇന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നു പോകുവാനായിട്ട് ഇടയാകുന്നത്. യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് തന്നെ, ആ സമയത്ത് നമുക്ക് മറ്റൊരു സംഭവം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 1-ാം അധ്യായം 39-ാം വാക്യം മുതൽ അവിടെ യഹൂദിയിലെ മലനാട്ടിലുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്യുന്ന വിശുദ്ധ കന്യാമറിയാമിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. അത് യാത്ര ചെയ്യുന്നതിന്റെ സാഹചര്യം എന്തെന്ന് വെച്ചാല്, മറിയമിന് ദൈവദൂതൻ, ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറയുകയാണ്, നീ ഒരു മകനെ പ്രസവിക്കും,
അവന് യേശു എന്ന പേര് നീ വിളിക്കണം, നീ അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നെല്ലാം മറിയമ്മനോട് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അതിനെക്കുറിച്ച് 26 വാക്യം മുതൽ എല്ലാം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ മറിയ ദൂതനോട്, ഞാൻ കന്യകയാകയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവളോട് പറയുകയാണ്, നിന്റെ ബന്ധുവായ അല്ലെങ്കിൽ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് വിളിച്ചിരുന്ന അവൾ ഇന്ന് 6-ാം മാസമാകുന്നു എന്ന്. കർത്താവ് മറിയ പറഞ്ഞു, ഈ ദൂതനോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ട് കടന്നുപോയി. അടുത്ത കാര്യം മറിയം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? എലിസബത്തിന്റെ അടുക്കലേക്ക് തിടുക്കത്തിലുള്ള ഒരു യാത്ര. നന്ദിയോടെ സ്തോത്രം. ഈ മറിയമിനോട് കർത്താവ് സംസാരിച്ച കാര്യമൊന്നും ആരോട് പറഞ്ഞിട്ടില്ല, എലിസബത്തിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എലിസബത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം ആരോട് പറഞ്ഞിട്ടുണ്ട്? മറിയയോട് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചു കൊള്ളണമേ. ഇവിടെ എലിസബത്തിന്റെ വാർദ്ധക്യമായി ഇരിക്കുന്ന എലിസബത്തിന്റെയും അതുപോലെ സഖരിയ പുരോഹിതന്റെയും അടുക്കലേക്ക് ഇതാ മറിയം കടന്നു പോകുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ എന്റെ ഭാവനയിലൂടെ ഇങ്ങനെ കാണുകയായിരുന്നു. ഈ എലിസബത്തിന്റെ അടുക്കലേക്ക് കടന്നു പോകുന്ന മറിയം യാത്രയിൽ എന്തായിരിക്കും ചിന്തിച്ച് കടന്നു പോകുന്നത്? ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ എലിസബത്തിനോട് ഞാൻ ചെന്ന് പറയും. ഈ സെഖരിയാവോ അങ്കിളോ ഈ എലിസബത്ത് ആന്റിയോ എന്നെ അംഗീകരിക്കുമോ? എന്നെ കൈക്കൊള്ളുമോ? എന്റെ വാക്കുകൾ വിശ്വസിക്കുമോ? അല്ലെ, എന്നെ അവർ കൈക്കൊള്ളുമോ എന്നുള്ള ഒരു ചിന്തയിലൂടെയൊക്കെ ആയിരിക്കും ഇവള് കടന്നു പോകുന്നത്. ഇവൾ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു പോവുകയാണ്. പക്ഷെ അവിടെ കടന്നു ചെല്ലുമ്പോൾ നടക്കുന്ന സംഭവം നമ്മളൊന്ന് ഓർത്തു കൊള്ളണമേ. അവിടെ കടന്നു ചെന്നപ്പോൾ യഥാർത്ഥമായിട്ട് അതിന്റെ ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അവൾ സെഖരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദനം ചെയ്തു. മറിയയുടെ വന്ദന സ്വരം എലിസബത്ത് കേട്ടു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയട്ടെ, ഈ സമയത്ത് യഥാർത്ഥമായിട്ട് എന്തായിരുന്നു ഈ എലിസബത്ത് പറയേണ്ടത്? ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എലിസബത്ത് ശരിക്കും പറയേണ്ടത്, മോളെ നീ എന്താ ചെയ്തത്? നീ എന്താണ് ഇങ്ങനെ, നിനക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെയായിരുന്നു യഥാർത്ഥമായിട്ട് ഈ എലിസബത്ത് ചോദിക്കേണ്ടത്, അല്ലെ? നോർമലി ഒരു മനുഷ്യൻ ചിന്തിക്കുക. കാരണം എലിസബത്തിന്റെയും സഖരിയ പുരോഹിതന്റെയും ജീവിതത്തിൽ അവർ വിവാഹിതരാണ്. പക്ഷെ വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടി ഇതാ ഗർഭവതിയായിട്ട് ഇവിടേക്ക് കടന്നു വന്നിരിക്കുക, യഹൂദ മലനാട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതറിഞ്ഞപ്പോൾ അവൾ ചിന്തിക്കേണ്ടത്, അവർ പറയേണ്ടത് അങ്ങനെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ ഇവന്റെ ഉള്ളിൽ ഇതിലുള്ളത് അവളുടെ രക്ഷകനാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് അവൾക്കിടയായതിന്റെ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നുള്ളതാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നുള്ളതാണ്. ഒരു കാര്യം അതിനു മുമ്പേ ഞാനൊന്ന് പറയട്ടെ. പലപ്പോഴും ദൈവത്തിന്റെ പ്രവർത്തികൾ അത് മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. അത് മനുഷ്യന്റെ ബുദ്ധിക്ക് മറഞ്ഞു കിടക്കുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളാണ്. അത് മനുഷ്യബുദ്ധിക്ക് നിഗൂഢമായ കാര്യങ്ങളാണ് പലപ്പോഴും ദൈവം നടത്തുന്നത്. അതുകൊണ്ട് മനുഷ്യൻ തന്റെ ബുദ്ധിയിലൂടെ ചിന്തിക്കുമ്പോൾ, അവൻ തന്റെ ഫിലോസഫി എടുത്തുകൊണ്ട് ചിന്തിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല? അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല. സെഖരിയാവിന്റെ ജീവിതത്തിലും സെഖരിയ പുരോഹിതന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. മറിയമിന്റെ ജീവിതത്തിലും നടന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ അത് മനസ്സിലാക്കി തരുന്നത് ആരാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. ഇന്ന് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും
നമ്മെ വെളിപ്പെടുത്തി തരുന്നത് ആരാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവരെല്ലാം ആരായിരുന്നു എന്നറിയാമോ? നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന 3 വ്യക്തികളെ. 1 സെഖരിയ പുരോഹിതൻ, 2 എലിസബത്ത്, 3 മറിയം. അനേകരെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഇവരെല്ലാം ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിലെ പങ്കാളികളാണ്. നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ രക്ഷാ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയാണ് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളതും യേശുവിലൂടെ ലോകം രക്ഷ പ്രാപിക്കുക എന്നുള്ളതും. അതിലുള്ള ഓരോ പങ്കാളികളാണ് ഇവർ. പക്ഷേ ഈ പങ്കാളികൾ പരസ്പരം അംഗീകരിക്കുന്നവരാണ്. നന്ദിയോടെ സ്തോത്രം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണമേ, നാം ഓരോരുത്തരും കർത്താവിന്റെ ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ പങ്കാളികളാണ്. നാം ഇന്നിവിടെ ആയിരിക്കുന്നത് ഈ സിയോൻ പ്രയർ ഫെല്ലോഷിപ്പിലുള്ള നാം ഓരോരുത്തരും അവന്റെ രക്ഷാ പദ്ധതിയിലെ പങ്കാളികളാണ്. എങ്ങനെയാണോ മറിയമും യോസഫും അതുപോലെ ഈ എലിസബത്തും സെഖരിയാവും എല്ലാം അവന്റെ രക്ഷാ പദ്ധതിയിലെ പങ്കാളികളായിരുന്നു, അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് അവന്റെ രക്ഷാ പദ്ധതിയിൽ പങ്കാളികളാണ്. നാം ഓരോരുത്തരും ഇന്ന് ഓരോ ദിവസവും അവന്റെ വചനം മറ്റുള്ളവരോട് പറയുമ്പോൾ, നാം അവന്റെ സാക്ഷിയായി തീരുമ്പോൾ അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ചുകൊണ്ട്, അനേക ആത്മാക്കളെ നേടിയെടുത്തുകൊണ്ട് അവന്റെ രക്ഷാ പദ്ധതിയിൽ പങ്കാളികളായി തീരുകയാണ്. ഈ ക്രിസ്തുമസിന്റെ സമയങ്ങളിൽ അതിനുവേണ്ടി നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വരുന്ന ദിവസങ്ങളിൽ 21, 22 തീയതികളില് ഇടുക്കിയില് ഞങ്ങള് ഒരു ഔട്ട്റീച്ച് അവിടെ കടന്നുപോയിട്ട് ക്രിസ്തുമസിന്റെ ഒരു സന്ദേശം, കാരണം നമ്മളൊരു മിനിസ്ട്രി അവിടെ തുടങ്ങിയുള്ളൂ, അവിടെ കടന്നു ചെന്ന് ഇത് അവിടെ താമസിക്കുന്നവരോട്, ഹിന്ദിക്കാരോട് വചനം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ക്രമീകരിക്കുകയാണ്. 23, 24, 25 പെരുമ്പാവൂരിന്റെ പ്രദേശത്തും എല്ലാം ഇവർ താമസിക്കുന്ന അനേക ഇടങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരോട് ഈ യേശുക്രിസ്തുവിന്റെ രക്ഷാ സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കടന്നു പോവുകയാണ്. പ്രിയ മക്കൾ, അത് ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞാനത് പറഞ്ഞതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, പ്രിയ മക്കളെ, അടുത്ത ഫെബ്രുവരി 3-ാം തീയതി നമ്മൾ ഒരു 20 പുതിയ മിഷണറിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വടക്കേന്ത്യയിലേക്ക് അയക്കുന്നതിന് വേണ്ടി കോട്ടയത്ത് വെച്ച് അതിന്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ഈ സമയത്ത് തന്നെ അതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി ആ ഡേറ്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഞാനിത് പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ഈ രക്ഷാ പദ്ധതിയില് പങ്കാളികളാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകുവാനായിട്ട് ഇടയാകരുത്. അങ്ങനെ ഒരു പങ്കാളികളാണ് എന്ത് ചെയ്യുന്നതെന്നറിയാമോ? അവർ ഒരിക്കലും മല്ലിട്ടിരിക്കുകയല്ല, അവർ പരസ്പരം അംഗീകരിക്കുന്നതാണ്. ഇന്നൊന്ന് ശ്രദ്ധിച്ചു കൊള്ളണമേ, ഒരു കൂട്ടായ്മക്കാർക്ക് മറ്റൊരു കൂട്ടായ്മക്കാരെ ഇഷ്ടമല്ല, ഒരു സഭക്കാർക്ക് ഇന്നൊരു മറ്റു സഭക്കാരെ ഇഷ്ടമല്ല, ഒരു സുവിശേഷം പ്രസംഗിക്കുന്നയാൾക്ക് മറ്റൊരു വ്യക്തിയെ ഇഷ്ടമല്ല. പരസ്പരം അംഗീകരിക്കുവാനായിട്ട് മനസ്സില്ല, പരസ്പരം അക്സെപ്റ്റ് ചെയ്യുവാനായിട്ടുള്ള മനസ്സില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ആത്മീക ഗോളത്തിൽ പരസ്പരം അംഗീകരിക്കുവാനായിട്ട് മനസ്സില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ ദൈവമക്കളെ. ആ യഹൂദ മലനാട്ടിലേക്ക് കടന്നു ചെന്ന് വളരെ ചിന്തയോടെ കടന്നു ചെല്ലുന്ന മറിയമിനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായപ്പോൾ മനസ്സിലാക്കി അംഗീകരിക്കുന്ന എലിസബത്തിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം തന്നെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? മറിയമിന്റെ വന്ദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ 6 മാസമായിരുന്ന പിള്ള അല്ലെങ്കിൽ ആ കുഞ്ഞ് ഉള്ളിൽ തുള്ളി. നമ്മൾ ചിന്തിക്കും എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന്. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടുണ്ടായിരുന്നു, ദൈവദൂതന്റെ അരുളപ്പാടുണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ, ഹല്ലേലൂയ, അവൻ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ നിറയുമെന്ന്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പലപ്പോഴും ഓർക്കുന്നത്, ഈ മറിയമിന്റെ ശബ്ദം കേട്ടപ്പോൾ മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുവാനായിട്ടിടയായി. നന്ദിയോടെ സ്തോത്രം. മറിയം ആരുമായിട്ടാ? വയറ്റിലുള്ള യേശു കുഞ്ഞുമായിട്ടാണ് അവിടേക്ക് കടന്നു ചെന്നിരിക്കുന്നത്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ തന്നെ ഇവിടെ യോഹന്നാൻ സ്നാപകൻ, നന്ദിയോടെ സ്തോത്രം, യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ അവിടെ നൃത്തം ചെയ്യുവാനായിട്ടിടയായി, പരിശുദ്ധാത്മാവിൽ നിറയുവാനായിട്ടിടയായി. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അടുത്ത വാക്യം നമ്മൾ എന്താ അവിടെ കാണുന്നതെന്ന് അറിയാമോ? അവിടെ കാണുന്ന മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ ശിശു അവളുടെ
ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. നന്ദിയോടെ സ്തോത്രം. എന്റെ ട്രാൻസ്ലേഷൻ ഒരു വേറെ ട്രാൻസ്ലേഷൻ ആണ്. ചിലപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഇതായിരിക്കും. ഞാൻ മറ്റൊരു ബൈബിളാ ഇന്ന് എടുത്ത് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. നന്ദിയോടെ സ്തോത്രം. അതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ മറിയ ഒന്നും എലിസബത്തിനോട് പറയുന്നില്ല. എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് ഒന്നും പറയുന്നില്ല. അവൾ എന്താണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്? സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. അപ്പോൾ ഒന്ന്, പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അവൾ മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരായി തീരും. രണ്ട്, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരും. ഇവിടെ പറയുകയാണ്, എന്താ പറയുന്നേ? നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാൻ തക്ക യോഗ്യത എനിക്ക് എവിടെ നിന്നുണ്ടായി? പരിശുദ്ധാത്മാവ് അവളിൽ നിറഞ്ഞപ്പോൾ മറിയമിന്റെ ഉള്ളിലുള്ളത് ഒരു മാസം പോലും ആയി കാണത്തില്ല. കാരണം തിടുക്കത്തിൽ ഈ സംഭവം എല്ലാം നടന്ന തിടുക്കത്തിൽ തന്നെയാണ്, പെട്ടെന്ന് തന്നെയാണ് എലിസബത്തിന്റെ അടുക്കിലേക്ക് മറിയം കടന്നു ചെന്നിട്ടുള്ളത്. പക്ഷെ ആ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിന്നുകൊണ്ട് അവളുടെ രക്ഷകനെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. തന്റെ കർത്താവിനെ ആരെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് പറയുകയാണ്, എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാൻ തക്ക യോഗ്യത എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ കേട്ടപ്പോൾ ശിശു എന്റെ ഗർഭാശയത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി എന്ന് പറയുകയാണ്. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സ്തോത്രം. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതാരാ പറയുന്നേ? എലിസബത്ത് പറയുക. കാരണം എന്താണെന്നറിയാമോ? വിശ്വസിക്കാത്ത ഒരാള് അവിടെ എവിടെയോ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. ആ ഭവനത്തിൽ തന്നെ മറിയം വീട്ടിൽ കടന്നു വന്നിട്ടും ഒരക്ഷരം പോലും മിണ്ടാൻ സാധിക്കാതെ ഒരാൾ അവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് സെഖരിയ പുരോഹിതൻ. നിങ്ങൾക്കറിയാം, ധൂപം കാട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവന് വേണ്ട ആ സമയത്ത്, അതിന്റെ പിന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. ആ സമയത്ത് തന്നെ ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ദൈവത്തിന്റെ ദൂതൻ, ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, സെഖരിയാവേ, നിന്റെ പ്രാർത്ഥന ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നീ ഒരു മകനെ നിനക്കൊരു കുഞ്ഞുണ്ടാകുവാനായിട്ട് പോവുകയാണ്, നിനക്കൊരു സന്തതി ജനിക്കും എന്നെല്ലാം പറയുന്നു. അവന്റെ പേര് യോഹന്നാൻ എന്ന് നീ ഇടയണം എന്നെല്ലാം അവിടെ അവനോട് പറയുകയാണ്. അപ്പോൾ അവിടെ വളരെ ദൂതൻ അവിടെ പറയുന്നുണ്ട്. അതിന്റെ 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അതിന്റെ 18-ാം വാക്യം, സെഖരിയാവ് ദൂതനോട്, ഇത് ഞാൻ എങ്ങനെ ഉറപ്പായി അറിയും? ഞാൻ എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയോവൃദ്ധയും ആണല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിക്കുവാനും ഈ സുവാർത്ത നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തിപ്പാനുള്ള എന്റെ ഈ വാക്ക് നീ വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കുവാൻ കഴിയാതെ ഊമനായിരിക്കും എന്ന ഉത്തരം പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ അത് വിശ്വസിച്ചില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുക. അവൻ അത് വിശ്വസിക്കാത്തത് കൊണ്ട് സെഖര്യാവിന്റെ മേലെ തന്നെ പണി കൊടുത്തു. അവൻ തന്നെ അതിനൊരു അടയാളം കൊടുത്തു. നീ ഇനി ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷമേ സംസാരിക്കത്തുള്ളൂ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ഇവിടെ എന്താണെന്ന് നമുക്കറിയാം. ഒരു വിവാഹം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടി ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ, തന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന സകല വിപത്തുകളെയും അംഗീകരിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, ആരൊക്കെ എന്നെ അംഗീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പുമില്ല, പക്ഷേ അവൾ അത് അംഗീകരിച്ചു, ഏറ്റെടുത്തു. അവളെ കുറിച്ച് പറയുകയാണ്, അവളെക്കുറിച്ചാണ് എലിസബത്ത് പറയുന്നത്, ഇതാ ഞാൻ അത് പറയുമ്പോ അത് ഇവിടെ എലിസബത്ത് പറയുന്നു, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. പ്രിയ മക്കളെ, രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്, നാം മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരാകണം.
അതിന് അംഗീകരണം വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞേ പറ്റത്തുള്ളൂ. ദൈവത്തെയും ദൈവവചനത്തെയും ദൈവമക്കളെയും അംഗീകരിക്കണമെങ്കിൽ, അതിനുള്ള മനസ്സ് വേണമെങ്കിൽ, ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ അവന്റെ ഉള്ളിൽ അത് ലഭിക്കും. അത് അവന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഇത് വളരെ ആവശ്യമാണ്. പലപ്പോഴും നാം ചിന്തിച്ചേക്കാം, നമ്മുടെ യാത്രയിൽ എന്നെ കൈക്കൊള്ളുവാനായിട്ട് ആരുമില്ല, എന്നെ സ്വീകരിപ്പാനായിട്ട് ആരുമില്ല, എന്നെ മനസ്സിലാക്കുവാനായിട്ട് ആരുമില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. ആരും മനസ്സിലാക്കിയില്ലെങ്കിലും, ആരും അംഗീകരിച്ചില്ലെങ്കിലും നമ്മെ കൈക്കൊള്ളുന്ന ഒരു കർത്താവുണ്ട്, നമ്മെ അംഗീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയ ദൈവമക്കളെ, ആ കർത്താവ് മാത്രമല്ല, നമ്മെ അംഗീകരിപ്പാൻ ആരെയൊക്കെ എങ്കിലും കർത്താവ് കരുതിയിട്ടുണ്ട്. ഈ ലോകത്ത് പലരും തള്ളിക്കളഞ്ഞേക്കാം, എന്നാൽ ആരെയൊക്കെ എങ്കിലും നമ്മുടെ കർത്താവ് നമ്മെ കൈക്കൊള്ളുവാനും നമ്മെ അംഗീകരിക്കുവാനും ദൈവം ഒരുക്കിയിട്ടുണ്ടാവും. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അവനോട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, നീ ഇത്രയും വലിയ ദൈവമാണല്ലോ, നീ ഇത്രയും ഞങ്ങളെ സഹായിച്ച ദൈവമാണല്ലോ, നീ എന്നും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നവനാണല്ലോ. അതുകൊണ്ട് അവന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ഭാഗം കൂടി പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞ് ഞാൻ 10 മിനിറ്റ് കൊണ്ട് നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അത് അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം, അതിന്റെ 26, 27 വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം 26, 27. അവൻ യെരുശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവനൊരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. മതി. നന്ദിയോടെ സ്തോത്രം. ദമസ്കോസിൽ സംഭവിച്ച ഒരു കാര്യം ഇന്ന് തുടക്കത്തിൽ തന്നെ റീച്ചേട്ടൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. എന്തിനെ കുറിച്ചാണെന്നറിയാം? സിറിയയിൽ നടക്കുന്ന കാര്യം. അവിടെ എന്താ നമ്മള് ന്യൂസിൽ കേട്ടത് എന്താണെന്ന്? ദമസ്കസ് പിടിച്ചെടുത്തു, അല്ലേ റീച്ചേട്ടാ? ദമസ്കസില് ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, ആ സംഭവങ്ങള് ഈ ശൗൽ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരമുണ്ടായ ആ സ്ഥലങ്ങളിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്ന് ഞാനത് ഓർത്തപ്പോൾ അത് പറയുവാനായിട്ട് ഇടയാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയ ദൈവമക്കളെ, അവിടെ സംഭവിച്ച കാര്യം, ദമസ്കോസിലേക്ക് പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ ഈ ശൗല് കടന്നു വരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമുക്കറിയാം. യഹൂദന്മാരുടെ അധികാരികളുടെ കയ്യിൽ നിന്ന്, പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങിക്കൊണ്ട് ദമസ്കോസിലുള്ള അവൻ യെരുശലേമിൽ അനേകരെ ഉപദ്രവിച്ചു, യെരുശലേമിൽ അനേകരെ മുടിപ്പിച്ചു. അതിനുശേഷം ദമസ്കോസിലേക്കും അത് തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവമക്കളെ ഈ മാർഗത്തിലുള്ളവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് തിരിച്ചങ്ങോട്ട് പോയി അവരെ ഉപദ്രവിക്കുന്നതിന്, ജയിലിൽ അടയ്ക്കുന്നതിന്, കൊന്നുകളയുന്നതിന് അധികാരപത്രവുമായി കടന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ദമസ്കസിൽ വെച്ച് സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഒരു വലിയ വെളിച്ചം അവിടെ ഉണ്ടായി. വെളിച്ചം പിന്നെ ഞാൻ ആ സംഭവത്തിലേക്കൊന്നും പറയുന്നില്ല. അവൻ അവിടെ വീണു. അവൻ കണ്ണ് കാണാത്തവനായി ഇപ്പോൾ കുരുടനായിട്ട് യൂദ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തില് അവൻ താമസിക്കുകയാണ്. തർസോസുകാരനായ ശൗൽ അവിടെ താമസിക്കുകയാണ്. എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവനവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ശിഷ്യൻ ദമസ്കസിൽ, അവന്റെ പേരെന്തായിരുന്നു? അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യന് ദൈവം പ്രത്യക്ഷനായിക്കൊണ്ട് അവനോട് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിഷൻ എന്നുള്ള, ദർശനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഈ അനന്യാസിനെ കുറിച്ചും പറയുവാനായിട്ടിടയായി. അനന്യാസിന്റെ ദർശനം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. ഇതാ ശൗലിന്റെ കുരുടും അല്ലെങ്കിൽ കാഴ്ചയെ കൊണ്ടുവന്നു, അവന്റെ അന്ധതയെ മാറ്റി എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് അന്നിടയായി. എത്ര പേരത് ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ദൂതൻ അല്ലെങ്കിൽ കർത്താവ് അനന്യാസിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് പറയുകയാണ്, ഒരുവനുണ്ട്, ശൗൽ എന്നാണ് അവന്റെ പേര്, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ കടന്നു ചെന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ അനന്യാസ് ഒരു വിളി വിളിക്കുന്നുണ്ട്. അത് എവിടെയാണെന്നറിയാമോ? അതിന്റെ 9-ന്റെ
13-ാം വാക്യം. അതിന് അനന്യാസ് ഉറക്ക വിളിക്കുക, കർത്താവേ, കർത്താവേ, നീ ഇതൊന്നും അറിയുന്നില്ലേ എന്നാണ് അവിടെ പറയുന്നത്. യേശുവേ, നീ ഇതൊന്നും അറിയുന്നില്ലേ? കർത്താവേ, അവൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നറിയാമോ? പക്ഷേ അവനെ കൈക്കൊള്ളുന്ന ഒരു കർത്താവിനെ കാണുക. വചനം കേട്ടപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു പോകുന്ന ആരെ കാണുകയാണ്? ഒരു അനന്യാസിനെ കാണുകയാണ്. നന്ദിയോടെ സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദമസ്കസിലും പലരും അവനെ കൈക്കൊള്ളുന്നില്ല, പക്ഷേ അവനെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഇതാ ചിലരെ ദൈവം അവിടെ ഒരുക്കിയിരിക്കുക. അവിടെ നിന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവന് സൗഖ്യമായി, അവൻ കണ്ണു കാണുന്നവനായി മാറി. ശൗല് ദമസ്കോസിൽ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. അവിടെ വേല ചെയ്തുകൊണ്ടിരുന്നു. യഹൂദന്മാര് അവിടെ ആ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ ശക്തമായിട്ട് അവിടെ യഹൂദന്മാരുമായിട്ടെല്ലാം സംസാരിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. അതിനുശേഷം അവിടെ നിന്ന് അവൻ എത്രയും വേഗം ഓടിപ്പോകേണ്ടതായിട്ട് വരികയാണ്. അങ്ങനെ ഓടിപ്പോയി അവൻ എങ്ങോട്ടാ കടന്നു പോകുന്നത്? വീണ്ടും യെരുശലേമിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. യെരുശലേമിലേക്ക് തിരിച്ചു ചെല്ലുമ്പോഴും അവിടെ ആരും അവനെ അംഗീകരിക്കുന്നില്ല. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് നമ്മൾ വായിച്ചത്. അവൻ യെരുശലേമിൽ എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ ഭയപ്പെട്ടു. എന്നാൽ മറ്റൊരു വ്യക്തി, ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ബർന്നബാസോ. സ്തോത്രം. ബർന്നബാസോ അവനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടു ചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് പറഞ്ഞു. ബർന്നബാസ് ആരായിരുന്നു? മറ്റുള്ളവരെ അംഗീകരിക്കുന്നവനായിരുന്നു. നന്ദിയോടെ സ്തോത്രം. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം വായിച്ചു കഴിയുമ്പോൾ യെരുശലേമിൽ വേല വളർന്നു. ഞാൻ നിർത്തുവാനായിട്ട് പോവുകയാണ്. യെരുശലേമിൽ വേല വളർന്നു. 31-ാം വാക്യത്തിൽ പറയുക, അങ്ങനെ യഹൂദിയ, ഗലീലിയ, ശമരിയ എന്നീ ദേശങ്ങളിലെല്ലാം സഭയ്ക്ക് സമാധാനവും ആത്മീക അഭിവൃദ്ധിയും ഉണ്ടായി. കർത്താവിനോടുള്ള ഭക്തിയിൽ നടക്കുകയും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം പ്രാപിക്കുകയും അത് എണ്ണത്തിൽ വർദ്ധിക്കുകയും ചെയ്തു. സഭ എണ്ണത്തിൽ പെരുകി, അവിടെ സമാധാനമുണ്ടായി, ആത്മീക വർധന പ്രാപിച്ചു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ ശക്തിയോടെ കർത്താവിന്റെ വേല ചെയ്തു. കാരണം എന്താണെന്നറിയാമോ? ബർന്നബാസ് എന്ന ഒരുവൻ അവനെ അംഗീകരിക്കുവാനായിട്ടിടയായി. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം ഇന്ന് നമ്മുടെ കർത്താവിന്റെ കരത്തിലാണ്. നാം ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനേകർ ഇന്ന് അനേക കൂട്ടായ്മകളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ, ദൈവമക്കളെ ഒന്നും അംഗീകരിക്കാതിരിക്കുമ്പോൾ ദൈവമക്കളെ ദൈവമക്കളായി കാണുവാൻ, മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ, എന്റെ കുടുംബം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, മറ്റുള്ളവരും കൂടി ഈ സത്യത്തെ ഒന്ന് അറിയണമെന്ന് മനസ്സിലാക്കി ആ വേദനയോടുകൂടെ നമുക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബർന്നബാസിന്റെ സ്വഭാവം പോലെ അവൻ അംഗീകരിക്കുന്നവനായിരുന്നു. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഒരു കാര്യം കൂടി മാത്രം പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ മർക്കോസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ ഇവരുടെ കൂടെ കടന്നു പോകുവാനായിട്ട് അവർ താല്പര്യപ്പെട്ടു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ അവനെ കൂട്ടാക്കുവാനായിട്ടിടയായില്ല. ഇവൻ നമ്മളെ വിട്ട് ഒരു പ്രാവശ്യം മാറിപ്പോയവനാണെന്ന് അവിടെ പറഞ്ഞു. അപ്പോൾ എന്താണെന്നറിയാമോ? അത് 15-ാം അധ്യായം നോക്കിയാല് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 15-ാം അധ്യായത്തില് അവിടെ 39-ാം വാക്യത്തിലെല്ലാം നമ്മൾ അവിടെ കാണുന്നത് അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി. ആര് തമ്മിലാണെന്നറിയാമോ? പൗലോസ് അപ്പോസ്തലനും ബർന്നബാസും തമ്മിൽ ഉഗ്രവാദമുണ്ടായി എന്നാ പറയുന്നത്. എന്തായിരിക്കും? ഞാൻ എന്റെ ഭാവനയിൽ കണ്ടു. എന്തായിരിക്കും ഈ വാദം? പറഞ്ഞു കാണും, ദമസ്കോസിലും യെരുശലേമിലും ഒരു മനുഷ്യനും അംഗീകരിക്കാതിരുന്നപ്പോൾ, ഒരു മനുഷ്യനും കൈക്കൊള്ളാതിരുന്നപ്പോൾ നിന്നെ കൈക്കൊണ്ടത് ആരാ? നിന്നെ ഞാനല്ലേ കൈക്കൊണ്ടത്? നിന്നെ ഞാനല്ലേ അവിടെ പരിചയപ്പെടുത്തിയത്? ഈ മർക്കോസിനെ എന്നാൽ ഇന്ന് നിനക്ക് കൈക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. പക്ഷെ ഞാൻ മർക്കോസിനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മർക്കോസുമായിട്ട് ബർന്നബാസ് വേലയ്ക്ക് വേണ്ടി കടന്നുപോയി. പക്ഷേ ഒരു ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മർക്കോസ്
അവൻ പ്രയോജനമുള്ളവനായി തീർന്നു. നന്ദിയോടെ സ്തോത്രം. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ നഷ്ടപ്പെടാതിരുന്നതിന്റെ ഏറ്റവും വലിയ കാരണം അവനെ കൈക്കൊണ്ടു. അവൻ പ്രയോജനമുള്ളവനായി തീർന്നു. നമ്മുടെ വേല മുന്നോട്ട് വർദ്ധിച്ചു വരണമെങ്കിൽ, നമ്മുടെ വേല മുന്നോട്ട് വളരണമെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നാം മറ്റുള്ളവരെ കൈക്കൊണ്ട് ഐക്യതയോടുകൂടെ ഒരുമിച്ച് നിന്ന് ഈ കർത്താവിന്റെ വേല ചെയ്താൽ നമുക്ക് ഈ വേലയെ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ ഓരോരുത്തരും ഓർക്കണം, കർത്താവിന്റെ ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിലെ പങ്കാളികളാണ് നാം ഓരോരുത്തരും. നാം ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പങ്കാളിത്തം മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവേ എന്റെ പങ്കാളിത്തം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. എലിസബത്തിനെ പോലെ, മറിയയെ പോലെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ബർണബാസിനെ പോലെ മറ്റുള്ളവരെ കൈക്കൊണ്ടുകൊണ്ട്, അനന്യാസിനെ പോലെ മറ്റുള്ളവരെ കൈക്കൊണ്ടുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ വലിയവനായി ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പ്രബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ. ജീവൻ നൽകിയ സ്നേഹ